ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഇന്നോവേഷൻ ഫാക്ടറി. ഹോപ്പ് ഓൾ ആർ ഗുഡ്. ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ എക്സ്ചേഞ്ച് സോണിൽ പുതിയ ഒരു പ്രൊജക്റ്റും കൂടി ലൈവ് ആവാണ്ട് പോവാണ്. അപ്പോൾ അത് ഓൾറെഡി കമ്പനി അനൗൺസ് ചെയ്തിട്ടുള്ള പ്രൊജക്റ്റ് ആയിരുന്നു ഗോൾഡൻ എക്സ് സ്പോട്ട് ട്രേഡിംഗ്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് പറയാനായിട്ടാണ് ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരാണെങ്കിൽ ഈ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളിത് ബെൽ ബട്ടൺ ഓപ്പൺ ചെയ്ത് വയ്ക്കുക. കാരണം എക്സ്ചേഞ്ചിനെ കുറിച്ചിട്ടും ഇന്നോവേഷൻ ഫാക്ടറിയെ കുറിച്ചിട്ടുള്ള ഓരോ അപ്ഡേഷൻസും ഈ ഒരു ചാനലിൽ കൂടി നമുക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പ്ലാൻ പ്രസൻറ്റേഷനിലേക്ക് പോവാണ്. അപ്പോൾ ഇവിടെ സ്പോട്ട് സിഗ്നൽസ് കിട്ടുന്ന ഒരു പ്രൊജക്റ്റാണ് ഗോൾഡൻ ബോട്ട് എക്സ്. ഓക്കെ, ഫസ്റ്റ് ടൈം ഇൻ ദ ഹിസ്റ്ററി ഓഫ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് get AI powered spot buy sell signal directly on charts. ഇപ്പോൾ നമുക്കറിയാം, പല ആളുകളും ട്രേഡിംഗ് ചെയ്യുന്നവരുണ്ടായിരിക്കും നമ്മൾ വീഡിയോ കാണുന്നവർ. അപ്പോൾ ബൈനാൻസിലും ബാക്കി ഏത് എക്സ്ചേഞ്ചിലായാലും നമുക്ക് സാധാരണ ചെയ്യുന്ന കാര്യമാണ് സ്പോട്ട് ട്രേഡിംഗ്. പക്ഷേ ഇവിടെ എന്താണ്, നമുക്ക് ഈ ചാർട്ടിൽ തന്നെ ബൈയിങ്ങിനും സെല്ലിങ് ചെയ്യാനുള്ള സിഗ്നൽസ് കമ്പനി തരും എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു എക്സ്ചേഞ്ച് ആദ്യമായിട്ടാണ് ഇതേപോലുള്ള ഒരു ഓപ്ഷൻസ് ഒരു ഫംഗ്ഷൻ ഇതുവരെ എന്താ പറയുക മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് ബാക്ക്ഡ് ബൈ ഹിസ്റ്റോറിക്കൽ ട്രേഡ് ആൻഡ് ഡാറ്റ സെറ്റ് ദ ഇൻഡിക്കേറ്റേഴ്സ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് 80 to 90% അക്യുറസി ആയിട്ടുള്ള ട്രേഡുകളായിരിക്കും നമുക്കിവിടെ കിട്ടുക എന്നാണ് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പോൾ ഇത് ഡിസംബർ 8 ഈ ഒരു പ്രൊജക്റ്റ് ലൈവ് ആവാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇത് വലിയൊരു ഓപ്പർച്യൂണിറ്റി ആണ്. ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് എടുക്കാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരാം. ഓക്കെ, ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിവിടെ സിഗ്നൽസ് തരുന്നുണ്ട്. സിഗ്നൽസിന് വേണ്ടിയിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ മാത്രമാണ് നമ്മളിവിടെ കമ്പനി ചാർജ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഒരു മാസത്തേക്കായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ ആയിരിക്കും ഇവിടെ ഉണ്ടായിരിക്കുക. ആദ്യം തന്നെ കമ്പനി 3 days ഫ്രീ ട്രയൽ എല്ലാവർക്കും തരുന്നുണ്ട്. അപ്പോൾ ഒരു 3 days ഫ്രീ ട്രയൽ നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇത് പ്രോഫിറ്റബിൾ ആണ്, നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുമെന്ന് കോൺഫിഡൻ്റ് ആയാൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വന്നാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഗോൾഡൻ പ്രോഗ്രാം സബ്സ്ക്രിപ്ഷൻ പ്ലാൻസ് ഓക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ സബ്സ്ക്രിപ്ഷൻ പ്രൊവൈഡ് അൺലിമിറ്റഡ് സിഗ്നൽ ഫോർ ദ ടോക്കൺ മെൻഷൻ ഇൻ ദ പ്ലാൻ. ദ സബ്സ്ക്രിപ്ഷൻ പ്ലാൻ എക്സ്പയറിംഗ് 30 days. അപ്പോൾ 30 ദിവസമാണ് ഒരു സബ്സ്ക്രിപ്ഷൻ നിലനിൽക്കുക. അപ്പോൾ ആ 30 ദിവസത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ട്രേഡ് ചെയ്തിരിക്കണം, നമ്മുടെ പ്രോഫിറ്റ് എടുത്തിരിക്കണം. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്, നമ്മളിവിടെ സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം അഡീഷണലി നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ നമ്മൾ ലോഡ് ചെയ്യണം. ട്രേഡിംഗ് ക്യാപിറ്റൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും $50, $100, $500, $1000, $5000, $10000 എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് ട്രേഡിംഗ് ക്യാപിറ്റൽ നമുക്ക് അവിടെ വാലറ്റിൽ സൂക്ഷിക്കാനായിട്ട് സാധിക്കും. ഇതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ഫണ്ട് അത് ഒരു സബ്സ്ക്രിപ്ഷൻ ഫീ ആണ്, അത് നമുക്ക് തിരിച്ചു കിട്ടില്ല. പക്ഷെ നമ്മൾ നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റൽ ഇടുന്ന ആ ഒരു എമൗണ്ട് ഓക്കെ അതിന്റെ കംപ്ലീറ്റ് കൺട്രോൾ നമ്മുടെ കയ്യിലായിരിക്കും. അത് എപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിഡ്രോ ചെയ്യാനും പ്രോഫിറ്റ് ആയാലും ക്യാപിറ്റൽ ആയാലും വട്ട് എനി ടൈം നമുക്ക് 24/7 ഇൻസ്റ്റന്റ് ആയിട്ട് വിഡ്രോ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കംപ്ലീറ്റ് കൺട്രോൾ എന്താണ് നമ്മുടെ കയ്യിലാണുള്ളത്. സാധാരണ നമ്മൾ ബൈനാൻസിൽ ബാക്കിയുള്ള എക്സ്ചേഞ്ചിലൊക്കെ ട്രേഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ഫണ്ട് എപ്പോഴും സെക്യൂർ ആണ്, നമ്മുടെ കയ്യിലാണ് ഉണ്ടായിരിക്കുക. ലാഭം ഉണ്ടായാലും നഷ്ടം ഉണ്ടായിരിക്കും നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കും, നമ്മുടെ കയ്യിൽ കംപ്ലീറ്റ് കൺട്രോൾ ഉണ്ടാവുക. ഓക്കെ, ഇവിടെ ട്രേഡ് ചെയ്യാനുള്ള സിഗ്നൽസിനായിട്ടാണ് ഇവിടെ സബ്സ്ക്രിപ്ഷൻ ഫീ ആയിട്ട് കമ്പനി ഈ ഒരു $100 ചാർജ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ 4 പാക്കേജുകളാണ് കമ്പനി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. 100 ടോക്കണിന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നവർക്ക് 5 മെയിൻ ടോക്കൺസിലായിരിക്കും സിഗ്നൽസ് കിട്ടുക. ഓക്കെ, അപ്പോൾ ഈ ടോക്കൺസ് എന്ന് പറയുന്നത് കോയിൻ മാർക്കറ്റ് ക്യാപ്പിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ടോക്കൺസ് ആയിരിക്കും. മാത്രമല്ല നല്ല രീതിയിൽ മാർക്കറ്റിൽ നല്ല ഓളിയും അതുപോലെ തന്നെ എന്താ പറയുക ട്രേഡിങ് ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉള്ള ഒരു ടോക്കൺസ് ആയിരിക്കും നമുക്ക് അലോട്ട് ചെയ്ത് തരിക. അപ്പോൾ $100 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വ്യക്തിക്ക് 5 മെയിൻ ടോക്കൺസിലായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ, സിഗ്നൽസ്. അപ്പോൾ ഒരു ദിവസം എത്ര സിഗ്നൽസ് ആണ് കിട്ടുക എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കില്ല, അത് ഡിപ്പെൻഡ്സ് ഓൺ ദ മാർക്കറ്റ് കണ്ടീഷൻ ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ $200 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വ്യക്തിക്ക് എന്താണ് ടോപ്പ് 20 ടോക്കൺസിലായിരിക്കും സബ്സ്ക്രിപ്ഷൻ എന്താ പറയുക സിഗ്നൽസ് കിട്ടുക. അതുപോലെ തന്നെ $250 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന വ്യക്തിക്ക് 50 ടോക്കൺസിലായിരിക്കും. എന്ന് വെച്ചാൽ കൂടുതൽ നമ്മൾ വലിയ പാക്കേജ് എടുക്കുന്ന സമയത്ത് കൂടുതൽ നമ്പർ ഓഫ് ടോക്കൺസിൽ നമുക്ക് സിഗ്നൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ 500 അതുപോലെ തന്നെ 500 ടോക്കണിന്റെ $500 സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന ആ വ്യക്തിക്ക് എന്താണ്
സിഗ്നൽ ഫോർ ഓൾ അവൈലബിൾ ടോക്കൺസ്. അപ്പോൾ മാക്സിമം എല്ലാ ടോക്കൺസിലും നമുക്ക് എന്താണ് സിഗ്നൽസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു സജഷൻ ഇതാണ്, നിങ്ങളൊരു $100 സബ്സ്ക്രിപ്ഷൻ എടുത്ത് നോക്കുക, നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക. കാരണം വെച്ചാൽ ഇവിടെ നമുക്ക് സഫീഷ്യൻ്റ് ആയിട്ട് ടൈം വേണം. ഓക്കെ, ബെറ്റർ നമ്മൾ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ മൊബൈൽ ഉപയോഗിച്ച് നമ്മൾ ചെയ്യാൻ, നന്നായിട്ട് വൈഫൈ ഒക്കെ ഉള്ള സ്ഥലത്ത്. അതുപോലെ തന്നെ നമ്മളെന്താണ് സിഗ്നൽസ് കിട്ടിയപ്പോൾ തന്നെ അത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ സെല്ലിങ്ങും ബൈങ്ങും അതിനൊക്കെ സമയം അവിടെ തരുന്നതായിരിക്കും, സിഗ്നൽസ് തരുന്നതായിരിക്കും. അപ്പോൾ അത് ആ സമയത്ത് തന്നെ ചെയ്താലാണ് നമുക്ക് പ്രോഫിറ്റ് എടുക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കിയിട്ട് നിങ്ങൾ സ്വന്തം ഇഷ്ടത്തോട് കൂടിയിട്ട് തന്നെ ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരിക എന്നുള്ളതാണ്. അല്ലെങ്കിൽ മനസ്സിലാക്കി നമ്മുടെ ഇതുപോലെ മീറ്റിംഗ്സും അതുപോലെ തന്നെ വീഡിയോസും ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതിൽ നിങ്ങൾ കണ്ട് മനസ്സിലാക്കി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആയതിനു ശേഷം മാത്രം ഈ ഒരു പ്രൊജക്റ്റിലേക്ക് വരിക. ഓക്കെ, പക്ഷെ എന്തായാലും നല്ലൊരു ഇൻകം നമുക്കിവിടെ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. ഇവിടെ കമ്പനി ക്ലൈം ചെയ്യുന്നത് 1x 2x 3x 5x 10x വരെ നമുക്ക് ഇവിടുന്ന് ഏൺ ചെയ്യാനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട് ട്രേഡിങ് ചെയ്യുന്നവർക്ക് കറക്റ്റ് ആയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ എന്താ പറയുക, നല്ലൊരു പ്രോഫിറ്റ് ഇവിടുന്ന് ഏൺ ചെയ്യാനുള്ള എല്ലാ അവസരവും ഇവിടെ ഉണ്ട്. അതുകൂടാതെ സാധാരണ ഒരു എക്സ്ചേഞ്ചിനും ഇല്ലാത്ത ഒരു ലെവൽ ഇൻകം പ്രോഗ്രാമും കമ്പനി ഇവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതെന്താണ്? ഫസ്റ്റ് ലെവലിൽ ഒരു വ്യക്തി സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത്, ഓക്കെ, അവർ ഏത് സബ്സ്ക്രിപ്ഷൻ, ഇപ്പോൾ 100ന്റെ ആയാലും 200ന്റെ ആയാലും അല്ലെങ്കിൽ 500ന്റെ ആയാലും ഏതാണോ സബ്സ്ക്രിപ്ഷൻ അവർ എടുക്കുന്നത്, അതിൻ്റെ 10% നമുക്ക് ലെവലിംഗ് ആയിട്ട് കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതൊരു വലിയൊരു ഇൻകം. അത് സബ്സ്ക്രിപ്ഷൻ്റെ 10% ആണ് നമുക്കിവിടെ കിട്ടുക, ഏത് സബ്സ്ക്രിപ്ഷനാണ് എടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ ആക്റ്റീവ് ആയിരിക്കണം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ആക്റ്റീവ് ID ഉണ്ടെങ്കിൽ മാത്രമാണ്, അത് മിനിമം 100-എങ്കിലും ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ ഈ ഒരു മാസം ഞാനിപ്പോൾ ഒരു $100 സബ്സ്ക്രിപ്ഷൻ എടുത്തു, ഞാൻ ട്രേഡ് ചെയ്തു. അടുത്ത മാസം ഞാനിത് റിന്യൂ ചെയ്തില്ലെങ്കിൽ എൻ്റെ ടീമിൽ വരുന്ന ആളുകൾ റിന്യൂ ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൻ്റെ പ്രോഫിറ്റ് കിട്ടില്ല. അപ്പോൾ എന്താണ്, ഇവിടെ ആക്റ്റീവ് സബ്സ്ക്രിപ്ഷൻ നമ്മുടെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ലെവൽ ഇൻകം. ഓക്കെ, ബാക്കിയുള്ള വ്യക്തികൾ ഓരോ മാസവും സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതിൻ്റെ ഇൻകം നമുക്കിവിടെ കിട്ടുള്ളൂ. അപ്പോൾ അതൊരു വലിയ ഇൻകം ആണ് ഇവിടെ വരുന്നത്. സെക്കൻഡ് ലെവൽ 4%, അതുപോലെ തന്നെ തേർഡ് ലെവൽ മുതൽ 10th ലെവൽ വരെ 2% ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അപ്പോൾ നല്ലൊരു ഇൻകം നമുക്ക് ഏൺ ചെയ്യാനായിട്ടുള്ള അവസരമുണ്ട്. ഇതൊരു ലോങ് പ്രൊജക്റ്റാണ്. നമുക്കറിയാം, ഒരു എക്സ്ചേഞ്ച് ഇത്രയധികം കാലം അവർ 1, 2 വർഷം 3 വർഷം ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ള ഒരു എക്സ്ചേഞ്ച് ആണ്. അവിടെ സ്പോട്ട് ട്രേഡിംഗ് ആണ് കമ്പനിയോടെ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്കറിയാം, ബൈനാൻസ് സ്റ്റാർട്ടിങ് ചെയ്ത സമയത്ത് പല ആളുകളും യൂട്യൂബേഴ്സൊക്കെ ആയിട്ടുള്ള ആളുകൾ അത് പ്രൊമോട്ട് ചെയ്തു അല്ലേ, അതിൻ്റെ അവരുടെ ലിങ്ക് ഉപയോഗിച്ചിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറഞ്ഞു, അവർ ട്രേഡ് ചെയ്യുന്നു. അപ്പോൾ ആ ട്രേഡിംഗ് വോളിയത്തിനനുസരിച്ചിട്ട് അവർക്ക് ഇപ്പോഴും അതിൻ്റെ റെഫറൽ ഇൻകം കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ബൈനാൻസിലൊക്കെ ഒരു 2-3 ലെവലിലേക്കാണ് നമുക്ക് കിട്ടുക എന്നുള്ളത്. ഇവിടെ നമുക്ക് 10 ലെവൽ വരെ നമുക്ക് ഈ ഒരു ഇൻകം കിട്ടുന്നുണ്ട്. അതും സബ്സ്ക്രിപ്ഷൻ്റെ മേലെയാണ്. ഫോർ എക്സാമ്പിൾ, ഞാനൊരു പറയുകയാണ്, നമ്മളൊരു 500 ആളുകളുടെ ടീം അല്ലെങ്കിൽ ഒരു 1000 പേരുടെ ടീം ഉണ്ടാക്കി എന്ന് വിചാരിക്കുക. ഓക്കെ, അത് 1 മാസം കൊണ്ടോ 2 മാസം കൊണ്ടോ 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും ഈസി ആയിട്ട്. അപ്പോൾ ഒരു 1000 പേരുടെ ടീം ആക്കാൻ സാധിച്ചെങ്കിൽ 1000 സബ്സ്ക്രിപ്ഷൻ 100ന്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ, നമുക്ക് എന്താണ് 10 ലെവലിലാണ് ഞാൻ പറയുന്നത്, ഡയറക്റ്റ് 1000 പേരല്ല, 10 ലെവലിൽ നമുക്ക് ഒരു 1000 പേരുടെ ടീം ഡെവലപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു $2 നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എത്രയും അല്ലേ, $2 നമുക്ക് അവിടെ നിന്ന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ $2000 നമുക്ക് പെർ മന്ത് നമുക്ക് കിട്ടും. അത് ഇന്ത്യൻ റുപ്പീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്ര ഒരു എമൗണ്ട് ആണ്, 1,86,000 റുപ്പീസ് ഏൺ ചെയ്യാൻ സാധിക്കും. അപ്പോൾ അതാണ് ഇതിന്റെ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നല്ല രീതിയിൽ ഏണിങ്സ് ഇവിടെ റെഫറൽ പ്രോഗ്രാം കൂടി നമുക്ക് കിട്ടും. ഓക്കെ, അതുകൂടാതെ നമ്മൾ ട്രേഡ് ചെയ്തിട്ട് കിട്ടുന്ന സിഗ്നൽസ് കിട്ടിയിട്ട് ട്രേഡ് ചെയ്ത് എടുക്കുന്ന ആ ഒരു പ്രോഫിറ്റ് അത് വേറെ. ഓക്കെ, ഇതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും അത് വിഡ്രോ ചെയ്യാനും സാധിക്കും. അപ്പോൾ അതാണ് ഇതിന്റെ ഒരു പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. അപ്പോൾ നല്ല രീതിയിൽ ഏൺ ചെയ്യാൻ പറ്റുന്ന ഒരു അവസരം. പിന്നെ ഇവിടെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ, ഇവിടെ ലെവൽ ഫസ്റ്റിൽ നമ്മുടെ ടീമിലുള്ള വ്യക്തി ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ, ഇതിപ്പോൾ നമ്മൾ സബ്സ്ക്രിപ്ഷൻ എടുക്കുന്നതാണ് നമ്മൾ പറയുന്നത്, പക്ഷെ നമ്മുടെ ഫസ്റ്റ് ലെവലിൽ ഉള്ള ഒരു വ്യക്തി ഒരു $100 സബ്സ്ക്രിപ്ഷൻ എടുത്തതിന് ശേഷം, ഫോർ എക്സാമ്പിൾ, ഒരു $1000 അല്ലെങ്കിൽ $2000 അല്ലെങ്കിൽ ഒരു $500 എന്താ പറയുക, ട്രേഡിംഗ് വോളിയത്തിന് വേണ്ടിയിട്ടുള്ള എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഒരു പെർസെൻറ്റേജ് എത്രയാണ്, 1% ഇവിടെ കൊടുക്കുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് സ്പോട്ട് റിവാർഡ്സ്. 1% ഓഫ് ദ ടോട്ടൽ സ്പോട്ട് ഡെപ്പോസിറ്റ് എമൗണ്ട് ട്രേഡിംഗ് ഇൻ ദ ടെനർ എന്ന് വെച്ചാൽ അവർ ട്രേഡിങ്ങിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിന്റെ 1% കൂടി നമുക്ക് കിട്ടുന്നത്. അത് ഫസ്റ്റ് ലെവലിൽ മാത്രമാണ് കിട്ടുക, അതർ ലെവൽസിൽ കിട്ടില്ല. സെക്കൻഡ്, തേർഡ് ലെവൽ, 10th ലെവൽ വരെ നമുക്ക് കിട്ടില്ല. ഓക്കെ,
അപ്പോൾ ഇവിടെ 1% നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു എക്സ്ചേഞ്ച് ഓണിൽ ഫ്യൂച്ചർ ട്രേഡിംഗ് വരാനായിട്ട് പോവാണ്. അത് വരുന്ന സമയത്ത് 0.5% ആണ് ടോട്ടൽ ഫ്യൂച്ചർ ഡെപ്പോസിറ്റ് എമൗണ്ട് ട്രേഡ് ഓൺ ദ ടെന്യൂർ. അപ്പോൾ ഇത് വലിയൊരു ഇൻകം നമുക്ക് ഇവിടുന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. കാരണം പല ആളുകളും ചിലപ്പോൾ ഒരു $100 $500 ഒക്കെ സ്റ്റാർട്ട് ചെയ്ത് അവരുടെ ക്യാപിറ്റൽ എന്താ പറയുക, അവരുടെ പോർട്ട്ഫോളിയോ കൂട്ടി വരുന്ന സമയത്ത് വീണ്ടും അവർ ഡെപ്പോസിറ്റ് ചെയ്യുന്ന സമയത്ത് നല്ലൊരു ഇൻകം ഇവിടുന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. ഇതിലൂടെ ശ്രദ്ധിക്കണം, നമ്മൾ എങ്ങനെയാണ് ഒരു $100 ഇൻവെസ്റ്റ് ചെയ്തു, ഓക്കെ, അതിനുശേഷം വീണ്ടും $100 ഇൻവെസ്റ്റ് ചെയ്താലല്ല കിട്ടുക. നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്ത് അതിന് മേലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലാണ് നമുക്ക് ഈ ഒരു ഇൻകം കിട്ടുള്ളൂ. എന്ന് വെച്ചാൽ $100 ഇൻവെസ്റ്റ് ചെയ്തു, പിന്നീട് നമ്മൾ $200 ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ 1% കിട്ടും. അല്ലെങ്കിൽ ചില ആളുകൾ വിചാരിക്കും നമുക്ക് വീണ്ടും വിഡ്രോ ചെയ്യാം, വീണ്ടും ഡെപ്പോസിറ്റ്, വീണ്ടും വിഡ്രോ ചെയ്യാം, വീണ്ടും ഡെപ്പോസിറ്റ് ചെയ്യാം. അപ്പോൾ കമ്പനി തരാനായിട്ട് പോകുന്നില്ല. അത് ക്ലിയർ ആണ്. അപ്പോൾ $100 ഇൻവെസ്റ്റ് ചെയ്തു, ഇത് നമ്മുടെ ട്രേഡിംഗ് ക്യാപിറ്റലിലേക്ക് ഇൻവെസ്റ്റ് ചെയ്തു. അത് പിന്നീട് $200 ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്താണ് 1% കിട്ടുക. പിന്നെ അത് പിന്നീട് 300 എന്ന് വെച്ചാൽ നമ്മൾ എത്രയാണ് ഇൻവെസ്റ്റ് ചെയ്തത് അതിന്റെ 1x ആയതിനു ശേഷം അതിൽ കൂടുതൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്കത് കിട്ടുക 1%. ഓക്കെ, അപ്പൊ ഇതൊരു നല്ലൊരു പ്ലാറ്റ്ഫോം ആണ്. എക്സ്ചേഞ്ച് ഓൺ നല്ല ജസ്റ്റ് ലെവലിലേക്ക് പോവാണ്. നല്ലൊരു ഇൻകം നമുക്ക് ഇവിടുന്ന് ഏൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ ആർബിട്രറി ട്രേഡ് ഇതോട് കൂടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ട്രേഡിംഗ് കമ്മ്യൂണിറ്റി വരാനായിട്ട് പോവാണ്. അപ്പൊ ഇപ്പൊ മാക്സിമം നമ്മൾ ചെയ്യേണ്ടതാണ്, മാക്സിമം നമ്മൾ നിങ്ങളുടെ റെഫർ ലിങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ എക്സ്ചേഞ്ച് ഓണിന്റെ റെഫർ ലിങ്ക് തന്നെയാണ് അല്ലെ, നിങ്ങളുടെ റെഫറൽ ID റെഫർ ലിങ്ക് എന്ന് പറയാം. അത് തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ ഷെയർ ചെയ്തിട്ട് അവരെ കൊണ്ട് രജിസ്റ്റർ ചെയ്ത് വെപ്പിക്കുക. ജസ്റ്റ് രജിസ്റ്റർ ചെയ്ത് വെപ്പിക്കുക എന്ന് വെച്ചാൽ ആ വ്യക്തി നിങ്ങളുടെ അണ്ടറിലായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്ത് KYC ചെയ്യുക. ഓക്കെ, മാത്രമല്ല ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കുക. മാത്രമല്ല നിങ്ങളുടെ ടീമിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഈ ഗോൾഡൻ എക്സിനെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ചാനലിൽ കൂടി നമ്മൾ ഷെയർ ചെയ്യുന്നതായിരിക്കും. സോ ഹാവ് എ നൈസ് ഡേ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.